ഫാമിലി കിച്ചൺ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചിക്കൻ ഫിംഗറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായി ഉപ്പും വിനീഗറും ഒഴിച്ചിട്ട് നന്നായി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നന്നായി ഡ്രെയിൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതുപോലെ ഞാൻ ചെറിയ പീസുകളായിട്ടാണ് ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. കട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരേ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ പലതും പല വിധത്തിലാണ് വേവ്. ചെറുതുള്ളത് വേഗം മുരിയും, കുറച്ച് വലുപ്പമുള്ളത് കുറച്ചും കൂടി സമയം എടുത്തതേ വേവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരേപോലെ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ ഞാനിവിടെ ഇത് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഇതിലിപ്പോൾ ഇത് മാത്രം ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല. ചിക്കൻ്റെ എല്ല് കൂടിയിട്ടുള്ളതാണെങ്കിലും ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്താൽ മതി. ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഒരു ചിക്കൻ്റെ പീസ് വലുത് മറ്റേത് ചെറുത് അങ്ങനെ പാടില്ല. എല്ലാതും ഒരേപോലത്തെ വലുപ്പത്തിലുള്ള ചിക്കൻ പീസുകളായിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് ചിക്കൻ്റെ എല്ലില്ലാത്ത മാത്രമായിട്ട് തിരഞ്ഞെടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് എന്തൊക്കെ ചേർക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു ചെറിയ ഇവിടെ 250 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ചെറിയ സ്പൂണിൽ കുറച്ച് ഒരു 1/2 സ്പൂണാണ് ഞാൻ ആദ്യം ചേർക്കുന്നത്. പിന്നെ നോക്കിയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ഞാൻ ചേർക്കണില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഇതുപോലെ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു ചെറിയ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂർ തൊട്ടിട്ട് 1 മണിക്കൂർ വരെ, ചുരുങ്ങിയത് 1/2 മണിക്കൂറെങ്കിലും ഇത് നന്നായി മിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ അത് നല്ല ടേസ്റ്റ് കാണുള്ളൂ. കുരുമുളകിൻ്റെ ഉപ്പിൻ്റെ ഒക്കെ ടേസ്റ്റ് നമുക്ക് ഈ ചിക്കനിലൊക്കെ പിടിച്ച് നന്നായിട്ട് ഇതിനുള്ളിൽ പിടിക്കാൻ നമുക്ക് സമയം കൊടുക്കണം. അപ്പോൾ നമുക്കിത് ഒരു 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ 2 മണിക്കൂറായി മസാല പറ്റി വെച്ചിട്ട് നമുക്കിനി ഇത് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 250 ഇതേപോലത്തെ 250 ml 1.5 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ വേണം, പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു. മുളക് പൊടി ഇവിടെ ഇതുപോലത്തെ ചെറിയ സ്പൂണിൽ 1 സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, ഉപ്പ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ചെറിയ സ്പൂണാണ്. ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഇതേപോലെ ഒരു 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി കട്ടിയാവാനും പാടില്ല, അതേസമയം ഒത്തിരി ലൂസും പാടില്ല. നമുക്ക് പഴംപൊരിയിലൊക്കെ ഒരു ബാറ്ററിൻ്റെ പോലെ അതേ അളവിലും ആണ് നമുക്കിത് കലക്കിയെടുക്കേണ്ടത്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കട്ടകളില്ലാതെ ഇത് നന്നായി ഉടച്ചു കൊടുക്കണം. മാവ് ഇവിടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തത് 1 കപ്പ് മൈദയ്ക്ക്. അപ്പോൾ ആ ഒരു രീതിയിൽ എടുത്താൽ മതി. നമുക്കിനി ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് മാവ് കൂടുതൽ എടുത്തത് എന്താണെന്ന് വെച്ചാൽ നന്നായി ഇത് മുക്കി പൊരിക്കാനായിട്ടാണ്. ഇത് കുറച്ച് കുറവ് മാവ് എടുക്കുകയാണെങ്കിൽ ഇത്
ഇതുപോലെ മുക്കിയിട്ട് നമുക്ക് കൂടുതൽ മുക്കി പൊരിക്കാൻ മാവ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചധികം മാവ് എടുത്തത്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് ഇവിടെ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഒരു ഫ്രൈ പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കോൺ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഓരോ പീസുകൾ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതുപോലെ തുറന്ന് തന്നെ ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇവിടെ ഒരു വശം നമുക്ക് ആയോ നോക്കാം. ഒരുവിധമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് കോരി എടുക്കാവുന്നതാണ്. പിന്നെ മുളക് പൊടി കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് ഒരു ചെറിയ സ്പൂണിന് പകരം ഒരു 1.5 സ്പൂണ് അല്ലെങ്കിൽ ഒരു സ്പൂണ് ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ചിക്കൻ 2 വശവും പൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. 2 വശവും നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ചുവപ്പ് കളർ ആക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നല്ല ചുവപ്പ് കളറാണ്. അത്രയ്ക്കും ചുമന്ന കളറായിട്ടില്ല ഇത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ ഫിംഗർ റെഡി ആയി കഴിഞ്ഞു. ഭയങ്കര ടേസ്റ്റിയാണിത്. ഇത് എപ്പോഴും ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഇത് ഫ്രൈ ചെയ്ത ഉടനെ തന്നെ ഇത് സെർവ് ചെയ്യണം. ഇത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് മുന്നേ പറഞ്ഞ പോലെ തന്നെ മുളക് പൊടി കൂടുതലിടാം. അതേപോലെ തന്നെ നമ്മൾ ഇതിൽ മസാല പുരട്ടി വയ്ക്കുന്ന സമയത്ത് കുരുമുളക് പൊടിയും നമുക്ക് കൂടുതൽ ഇടാവുന്നതാണ്. ഇതൊരു സ്നാക്ക് ഐറ്റംസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു സൈഡ് ഡിഷ് പോലെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് ബ്രഷ് ഭാഗമോ അല്ലെങ്കിൽ കുറച്ച് ഭാഗം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പിന്നെ എല്ലാവരോടും ഇത് ഒരു റിക്വസ്റ്റാണ്, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.